നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വലിയൊരു വിഭാഗം ഗുണം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും ഇപ്രാവശ്യം മോഡിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മാറ്റമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത്, നല്ല പ്രതികരണമാണുള്ളത്. ഒരു മാറ്റം ഉണ്ടാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശക്തമായ മത്സരമാണോ? മത്സരം ശക്തമാണല്ലോ, അതിന് സംശയം എന്താ? ശക്തമായിട്ടുള്ള മത്സരമാണ്. ഞാൻ എൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളെ കുറച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ മത്സരിക്കുന്നതിൻ്റെ രണ്ടുപേരും മത്സരിക്കുന്നതിൻ്റെ ഔചിത്യം ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഒരു മുന്നണിയുടെ രണ്ട് ഘടകകക്ഷികളാണ്. അപ്പോൾ സത്യത്തിൽ LDFനും UDFനും കൂടി ഒരു സ്ഥാനാർത്ഥി മതി. INDയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയായിരുന്നു. മത്സരം നടക്കുന്നത് മോഡിയും മോഡി വിരുദ്ധരും തമ്മിലാണ്. അങ്ങനെയുള്ളൊരു മത്സരമാണ് കോഴിക്കോടുമുള്ളത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളെല്ലാവരും നരേന്ദ്രമോദിക്കെതിരായിട്ട് ചിന്തിക്കുന്നവർ മറുഭാഗത്തുമായിട്ടുള്ള നല്ലൊരു ധ്രുവീകരണം കോഴിക്കോടുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, അത് കോഴിക്കോടുമുണ്ട്. അതിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവിധി കോഴിക്കോട് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ജനങ്ങൾ പല ആവശ്യങ്ങളും പറയുന്നുണ്ട്. കോഴിക്കോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട്. കോഴിക്കോട് കുടിവെള്ളക്ഷാമമുണ്ട്, കോഴിക്കോട് റോഡുകളുടെ പ്രശ്നമുണ്ട്, വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിയിടുന്ന പ്രശ്നമുണ്ട്, കാർഷിക മേഖലയാണെങ്കിൽ വിലക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ അവരുടെ ജീവിത പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതാത് പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അതെല്ലാം പരിഹരിക്കേണ്ട പ്രശ്നമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചു പോയിട്ടുള്ള സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത്. ഓക്കെ, TTEയുടെ ഒരു ദാരുണമായ സംഭവം, റെയിൽവേ സ്റ്റേഷനിൽ പോലും സുരക്ഷയില്ലാത്ത വീണ്ടും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താ? അല്ല, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും അവിടെ തിരിച്ചറിയൽ രേഖ ഉണ്ടാകണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടിക തയ്യാറാക്കണമെന്ന് എത്രയോ കാലമായി BJP ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ സമാന സ്വഭാവമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും പുറകിലുള്ളത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനും നമ്മൾ തയ്യാറല്ല. അവർ ജോലി തേടി ഇവിടെ വരുന്നവരാണ്. പക്ഷെ അങ്ങനെ വരുന്നവരുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം. ഇന്ത്യയിൽ എല്ലായിടത്തും ആ പട്ടിക തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ വലിയ തൊഴിൽദാതാക്കളായിട്ടുള്ള ആളുകൾ അവർ യഥാർത്ഥമായിട്ടുള്ള വിവരം കൊടുക്കുന്നില്ല. അപ്പോൾ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള തിരിച്ചറിയൽ രേഖ അവർക്ക് കൊടുത്തി അവർക്ക് അവിടെ പട്ടിക ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് വ്യാജ വോട്ടർ ID ഉണ്ടാക്കി ഇവരെയെല്ലാം വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് ശ്രമം നടക്കുന്നത്. അപ്പോൾ വോട്ടർ പട്ടികയിൽ ചേർക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ അവർക്കെല്ലാം ഐഡന്റിറ്റി കാർഡ് കൊടുക്കണം, അവർ തിരിച്ചറിയണം, അവർ ഇന്ത്യക്കകത്തുള്ളവരാണോ വെളിയിലുള്ളവരാണോ എന്നറിയണം. പലപ്പോഴും ഇവിടെ വരുന്ന പല ആളുകളും ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായി പട്ടിക തയ്യാറാക്കണം, തിരിച്ചറിയൽ രേഖ കൊടുക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് റീഡ് ഔട്ട് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്.